ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ കൂട്ടുകാരെ. എന്താണ് എല്ലാവരും വിശേഷമൊക്കെ? അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടാ. അപ്പോൾ ഇത് ഇന്നത്തെയൊക്കെ ആയിട്ടുള്ളൊരു വീഡിയോ കേട്ടാ. ഞാൻ പറഞ്ഞല്ലോ കുറച്ച് തിരക്കായിരുന്നു. അപ്പം സ്റ്റിച്ച് ചെയ്യാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. മാക്സി അങ്ങനത്തെ ഒക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ എനിക്ക് തുന്നാനും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു കേട്ടാ. അപ്പോൾ അതാണ് പിന്നെ ഇന്നലെ ഒരു പായസത്തിൻ്റെ. അപ്പം ഇന്നലെ ആ പായസത്തിൻ്റെ വീഡിയോ ഇട്ട് ഒരു 3 ലക്ഷം ആൾക്കാർ കണ്ടിട്ടാ. അപ്പോൾ അതിലൊരുപാട് സന്തോഷം. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫായിട്ട് എന്നാലും കുറച്ച് ആളുകൾ കാണുന്നത് ഇങ്ങനെ നമ്മളൊരു സെപ്പറേറ്റ് ഒരു വീഡിയോ അങ്ങനെ എന്തിനേലും റെസിപ്പി എന്നിട്ട് അങ്ങനെ ആരും കാണണമെന്നില്ല കേട്ടാ. പക്ഷേ ഞാൻ വീഡിയോ ഇടാതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് ഞാൻ ഇട്ടതാണ്. എന്തായാലും വളരെ വ്യൂസൊന്നും ആരും കണ്ടിട്ടില്ല കേട്ടാ. അപ്പോൾ അവരും വിചാരിക്കുന്നുണ്ട് സേമിയ പായസം അപ്പം എല്ലാവർക്കും വെക്കണേ അല്ലേന്ന്. അപ്പം നമ്മളെ വീട്ടിലൊന്ന് വെച്ചപ്പോൾ ഞാനൊന്ന് റെസിപ്പി ഇട്ടതാണ് കേട്ടാ. പക്ഷെ കുറേ കൂട്ടുകാരൊക്കെ കണ്ടിട്ടാ. അപ്പം അങ്ങനെ ഉണ്ടാകും. അപ്പം ഞാൻ ചുമ്മാ ഒരു തമാശ പറഞ്ഞതാട്ടാ. നമുക്കിപ്പോൾ 10 ആൾ കണ്ടാലും ഒരു വലിപ്പം തന്നെയാണ്. അത് വേറെ കാര്യം. അപ്പം നമ്മളെ രാവിലത്തേക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ഒന്ന് കാണാട്ടെ. അന്നൊരു കുഞ്ഞൊരു വീഡിയോ കേട്ടോ, ഒരു 7 മിനിറ്റ് നേരത്തെ. അപ്പം ഇന്ന് നല്ല മഴയായിരുന്നു നേരം വിളിച്ചാവുള്ളൂ കേട്ടോ. അപ്പം അതിൽ നല്ല ചൂടും രാത്രി നല്ല മഴയാണ് കേട്ടോ. ആ മഴ പെയ്തതിന് ഇരട്ടി ചൂടാണ് കേട്ടോ. രാവിലെ നല്ല മഴ പെയ്ത് നനഞ്ഞ് കിടക്കണ നിലമാണ് കേട്ടോ. നമുക്കൊന്ന് പുട്ടും പപ്പടമൊക്കെ ആയിരുന്നു. പിന്നെ ഇന്ന് ഒരു കല്യാണം ഉണ്ട് കേട്ടോ. അപ്പോൾ രാവിലത്തൊക്കെ കഴിഞ്ഞിട്ട് കല്യാണത്തിന് പോകണം. അപ്പം ഇന്ന് ചക്കക്കുരും മുരിങ്ങയില കേട്ടോ. പരിപ്പൊന്നും ഇടാതെ ചക്കക്കുരും മുരിങ്ങയില മാത്രം നാളികേരം അരച്ചിട്ട് വെക്കുന്നത്. പിന്നെ രാത്രിയൊക്കെ ഉണ്ണാനുണ്ടാവുള്ളൂ. അപ്പോഴേക്ക് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഈ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ ഉമ്മറ തുടക്കൽ കഴിഞ്ഞാൽ മുറ്റൊന്നും കഴുകണം കേട്ടോ. അല്ലെങ്കിൽ ഒരു വൃത്തി ഉണ്ടാവില്ല, നിറയെ മണ്ണ് തെറിച്ചിട്ട്. അപ്പം ഞാൻ പൈപ്പൊക്കെ ഇട്ടിട്ട് മുറ്റൊക്കെ ഒന്ന് അടിച്ച് കഴുകുകയാണ്. ചെരുപ്പുകളൊക്കെ ഓരോരുത്തരെ ഒക്കെ അടിച്ചോർത്തേക്ക് ഒക്കെ കഴുകി വെച്ചിട്ട് അങ്ങനെ മുറ്റൊക്കെ ഒന്ന് അടിച്ച് കഴുകാനിട്ടാ. പിന്നെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ കൂട്ടുകാരെ. ഇനി നിങ്ങളെയൊക്കെ സപ്പോർട്ട് വേണം. ഞാൻ സത്യം പറഞ്ഞാൽ വീഡിയോ ഇടുന്നില്ല വിചാരിച്ചാൽ എഡിറ്റ് ചെയ്യാനൊന്നിനും നിന്നില്ല. പിന്നെ ഇങ്ങനെ നേരം ഇങ്ങനെ ആവും തോറും ഇങ്ങനെ എന്താ വീഡിയോ ഇടണ്ടേ അങ്ങനെ വേഗം എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇട്ടതാട്ടാ. ഞാൻ ഇന്ന് ഇടുന്നില്ല ചെയ്തിരുന്നു വീഡിയോ. എന്ത് നമ്മൾ വേവും കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എന്താ വീഡിയോ ഇടാൻ തന്നെയുള്ളൊരു മൂഡണ്ട് പോയി, എന്താ അറിയില്ല കേട്ടാ. അപ്പോൾ പിന്നെ എന്തായാലും വെള്ളമൊന്ന് വീഡിയോ ഇടുക എന്ന് വിചാരിച്ചിട്ട് 10 ആളായാലും നമ്മളെ വീഡിയോ 7:30 വരുന്നത് കാത്തിട്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട് കേട്ടാ. അപ്പോൾ സാമ്പാർ കഷ്ണം കൊടുന്നതാണ്. അപ്പോൾ വിഷുവിനും ഒക്കെ ആയിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ ഞാൻ രാത്രി പിന്നെ അങ്ങനെ ഞാനത് വെച്ചു കേട്ടാ ഫ്രിഡ്ജിലേക്ക്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തിട്ട് മോൻ വീണ്ടും മുളക് പപ്പടം കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഈ ചെറുതാണ്. അപ്പോൾ പയറുണ്ട്, സാമ്പാർ കഷ്ണമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വെള്ളരിക്കയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുക. അപ്പോൾ അതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് പച്ചമുളകൊക്കെ തോക്ക പൊട്ടിച്ചിട്ട് കയറ്റൊക്കെ ഒന്ന് മാറ്റി വെക്കണം. അപ്പോൾ അത്യാവശ്യം എല്ലാ കഷ്ണങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ നമുക്കൊരു അവിയൽ വെക്കാനുള്ള കഷ്ണമുണ്ട്, സാമ്പാറിലേക്കുള്ള കഷ്ണവും ഒക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് അങ്ങോട്ട് റെഡിയാക്കി വയ്ക്കുന്നുണ്ട്. പിന്നെ ഞങ്ങളിവിടെയൊക്കെ മിക്ക വീടുകളിലും ഒരു വീത് വെക്കുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ മീൻ, ഇറച്ചി അങ്ങനെയൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ ഓണത്തിൻ്റെ അന്ന് ഞാൻ കുക്കറിൽ എല്ലാ വിഭവങ്ങളുമായിട്ട് ഒരു കുക്കറിൽ എത്രയോ സമയം കൊണ്ട് എല്ലാ റെസിപ്പികളും കുക്കറിൽ ചെയ്തിട്ടുള്ളൊരു വീഡിയോ ഒക്കെ ഉണ്ടായിരുന്നു. അതും ഇപ്പോൾ വലിയ വ്യൂവും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടാ. എന്നാലും അപ്പം പ്രാവശ്യം ഞാൻ എന്തായാലും സദ്യയൊന്നും ആണ്ട് വിശേഷങ്ങളൊന്നും അല്ലാണ്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തില്ല. ഭക്ഷണം കഴിക്കുന്നത് മാത്രം ഒന്ന് കാണിക്കുള്ളൂ. ചെറിയ എന്തെങ്കിലുമൊക്കെ പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കാണിക്കുക. പക്ഷെ ഒരു മൂടില്ല നമുക്ക്. എന്ത് സദ്യ ഇട്ടിട്ടും കാര്യമില്ല, വേറെ എന്ത് ഇട്ടിട്ടും കാര്യമില്ല. അപ്പം എന്തായാലും വെറും സദ്യ ഒന്നും ആവില്ല, എന്തെങ്കിലും ചിക്കനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ജോലിനെ ഒന്ന് കെട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓളുടെ സ്വഭാവം മറ്റേ ഇവിടെ ഒക്കെ കൊടുന്ന് കെട്ടിയാൽ ഓളെ മൂത്രമൊഴിക്കുകയൊക്കെ അവിടെ ചെയ്യും. ഇപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ട് ഓളായിരിക്കാൻ പോയാലും ഓള് ഇവിടെ വന്നിട്ട് അവിടെ ഒരു മൂത്രമൊഴിക്കലോ കേട്ടാ. അങ്ങനെ ഓളെ കെട്ടലും ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ചക്കക്കുരൊക്കെ വെന്തിട്ടുണ്ട്. അപ്പോൾ ആയിരിക്കും നമ്മളെ മുരിങ്ങയില ചേർത്ത് കൊടുക്കുക കേട്ടാ. ഇവിടെ മുരിങ്ങയിലൊന്നും ഇല്ല കേട്ടാ, നമുക്കൊരാൾ തന്നതാണ്. അപ്പോൾ അങ്ങനെ മുരിങ്ങയില ചേർത്ത കൂട്ടത്തിൽ തന്നെ ഞാൻ ഒരു ചെറിയ മുറി നാളികേരം ഒന്ന് അരച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അരപ്പും ആ പച്ചക്കളർ കണ്ട് നഷ്ടപ്പെടുന്നേക്കായി മുന്നേ ആ അരപ്പണ്ട് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ആ കറി ഒരു ടേസ്റ്റ്. ആ പച്ചക്കളർ പോയി കഴിഞ്ഞാൽ വേറൊരു രുചി കേട്ടാ. അപ്പോൾ അതിനൊരു ഗുണം ഉണ്ടാവില്ല. അപ്പം അങ്ങനെ നാളികേരം അരച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ.
അപ്പം നമുക്ക് വേറെ വലിയ ഇതൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറിയും ഒരു പപ്പടം എന്തെങ്കിലുമൊക്കെ മതിയിട്ടാ. എനിക്ക് ഈ പച്ചക്കറിയൊക്കെ വയ്ക്കുമ്പോൾ നിർബന്ധമാട്ടാ ഉണക്കമീൻ. പക്ഷെ ഇവിടെ ഒന്നും ഉണക്കമീൻ കിട്ടാനില്ല, അതിനൊക്കെ എടപ്പാൾ പോകണം കേട്ടാ. അപ്പോൾ ഇനി എടപ്പാളൊക്കെ പോകുമ്പോൾ കുറച്ച് ഉണക്കമീനൊക്കെ കൊടുന്ന് വയ്ക്കണം. എന്തെങ്കിലും ഒരു പച്ചക്കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് വെക്കാമല്ലോ. പിന്നെ ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ചക്കക്കുരു മാങ്ങയൊക്കെ ആയിട്ട് വെക്കാനൊക്കെ ഉണ്ട് കേട്ടാ. ഇഷ്ടംപോലെ ഇപ്പം മേലെന്ന് ഇങ്ങനെ പഴുത്തിട്ടും ചീഞ്ഞിട്ടും ഒക്കെ വീഴുക. അത് കൊണ്ടുപോയി വായൻ്റെ അടിക്കൊക്കെ കൂട്ടുക. അതാണ് അപ്പോഴത്തെ ഒരു പരിപാടി. അങ്ങനെ വാതിലൊക്കെ പൊട്ടിയിട്ട് കല്യാണത്തിന് പോകാൻ വേണ്ടി ഇറങ്ങിയതാ. ബിന്ദേച്ചി ഉണ്ട്, നമ്മളെ മൂത്തച്ചിയൊക്കെ ഉണ്ട് കേട്ടാ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് കല്യാണത്തിനൊക്കെ പോവുകയാണ്. നല്ല ചൂടാണ് കേട്ടാ, നല്ല വെയിലാണ്. അപ്പോൾ അവിടെ എൻ്റെ മോൻ്റെ കൂടെ പഠിച്ച പെൺകുട്ടിയാണ് കേട്ടാ, പിന്നെ അടുത്തുമാണ്. അപ്പോൾ അവർ ഗുരുവായൂരായിരുന്നു താലികെട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് അങ്ങനെ ഹോളിലുള്ള ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ഇരുന്നിട്ടാ. അത് അവളെ അനിയൻ്റെ ഫ്രണ്ട്സുമാരും ഒക്കെയാണ്. അപ്പം അങ്ങനെ കുറച്ച് നേരമൊക്കെ ഞങ്ങൾ പോയിട്ട് അങ്ങനെ ഹോളിലിരുന്നു. പിന്നെ തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ ഭക്ഷണം കഴിക്കുന്നിടത്തൊന്നും. മറ്റേതെന്ന് പറഞ്ഞാൽ ഹാളിൽ ഭയങ്കര തിങ്ങി നിറഞ്ഞിരിക്കും ആൾക്കാർ, അതൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് നേരമൊക്കെ അങ്ങനെ ഇരുന്നിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കാൻ പോയിട്ടാ. അപ്പോൾ നല്ല അടിപൊളി സദ്യയും പാലടിയും പരിപ്പും ഒക്കെ ആയിട്ടുള്ള പായസം. ഇപ്പം ഈ ഈയിടെ കല്യാണത്തിന് പോയതിനൊക്കെയും പാലടിയും പരിപ്പും പായസം 2 തരമൊക്കെ ഉണ്ടായിരുന്നു കേട്ടാ. ഇവിടെ മോട്ട കല്യാണത്തിനും ഉണ്ടായിരുന്നു. അങ്ങനെ ഭക്ഷണം കഴിക്കാൻ പോയപ്പോൾ ഞാൻ ചോറ് വിളമ്പണമൊക്കെ ഒന്നിങ്ങനെ വീഡിയോ പിടിച്ചതാണ് കേട്ടാ. അപ്പോൾ എല്ലാ കറികളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി ഒരു സദ്യ ആയിരുന്നു കേട്ടാ. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞാൽ ഒരു വീക്ക്നെസ് തന്നെയല്ലേ. അങ്ങനെ വന്ന് ഒരു വൈകുന്നേരം ആട്ടത് വന്നതാട്ടാ. സ്വത്ത് വന്നുണ്ടോ? സ്വത്ത് മണി വന്നുണ്ടോ? അപ്പം ജിന്നുവിൻ്റെ കുട്ടി അമ്മ സ്വത്തേന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോട്ടുമ്മ കൂടെ പോകച്ചങ്ങ് പാഞ്ഞുകൊണ്ട് വരും കേട്ടാ. പറഞ്ഞാൽ ഞാൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് കൊടുക്കും. പാവങ്ങൾ ആണ് കേട്ടാ. എക്കേനും കാലിന് കംപ്ലൈൻ്റ് ആണ്, വണ്ടി തട്ടിയിട്ടൊക്കെ ആയിട്ട് കേട്ടാ. അപ്പം അത് ഇന്നത്തെ ഒരു വീഡിയോ ആണ്. തറവാട്ടുങ്ങന്ന് ഒരു ലക്ഷം പഴുത്ത നല്ല ചക്കയായിട്ടാ കൊണ്ടുവന്നതാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയുമായി നാളെ വരാം. ഓക്കെ, ബായ്.